പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPIക്ക് കിട്ടണം. ചില കീഴ്വഴക്കങ്ങൾ മാറണം. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPIക്ക് അവകാശപ്പെട്ടതാണെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. അത് CPIക്ക് കിട്ടണമെന്നും ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ബിനോയ് വിശ്വം പറഞ്ഞു. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം കീഴ്വഴക്കമാണെന്നും സാങ്കേതികമാണെന്നുമാണ് CPM സഖാക്കൾ പറഞ്ഞത്. ഭരണഘടനാ പ്രകാരം അങ്ങനെയൊന്നുമില്ലെന്നും പറഞ്ഞു. അത് ഞങ്ങൾക്കും അറിയാം. ഭരണഘടനാ പ്രകാരം അങ്ങനെയൊന്നുമില്ല. പക്ഷെ കേരളത്തിൽ അതുണ്ട്. എല്ലാ തവണയും പ്രതിപക്ഷ നേതാവും ഉപനേതാവും ഒരു പാർട്ടിയിൽ നിന്ന് തന്നെ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ആരും പറയുന്നുമില്ല. അങ്ങനെ ഒരു കീഴ്വഴക്കവുമില്ല. അത് മാറി വരാം. ചില വഴക്കങ്ങൾ മാറണം. അങ്ങനെ മാറേണ്ട ഒരു വഴക്കമാണിത്. ഇത് മാറുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. വ്യക്തിപൂജയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു മാർഗമായോ നയമായോ ഉൾക്കൊള്ളാൻ പാടില്ലെന്നും അതൊരു പിഴവാണെന്നും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പാഠങ്ങൾ പഠിച്ച് തിരുത്തി ശക്തിപ്പെട്ട് തിരിച്ചു വരുമെന്നും അദ്ദേഹം പറഞ്ഞു. CPMൽ പാർട്ടിയുടെ ചേരി വിട്ട് വലതുപക്ഷത്തേക്ക് പോയ 3 പേർ വിജയിച്ചിരിക്കുന്നു. അതൊരു ചെറിയ കാര്യമല്ല. അത് ഞങ്ങൾക്കൊരു മുന്നറിയിപ്പാണ്. CPMന് മാത്രമല്ല, ഞങ്ങളുടെ ഭാഗത്തു നിന്നും 2 പേർ BJPയിൽ ചേർന്നിരിക്കുന്നു. CPMനെ പറയുമ്പോൾ ഞങ്ങളുടെ വീഴ്ച ഞങ്ങൾ ചെറുതായി കാണുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ട് വേറെ പാർട്ടിയിലേക്ക് പോയവരെ വിളിക്കാൻ വേറെ പേരില്ല. അത് വർഗവഞ്ചകരെന്നാണ്. അങ്ങനെയുള്ളവർ ഞങ്ങളുടെ പാർട്ടിയിലും ഉണ്ടായി. എല്ലാ പരാജയങ്ങളും ഗൗരവമുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കാരണം കണ്ടെത്താനും തിരുത്താനും മുന്നോട്ട് പോകാനും ഘടനയുണ്ട്. ഭീരുക്കളെ പോലെ നിലവിളിക്കാൻ പാടില്ല. അവർ ശത്രുവിന്റെ വാദങ്ങൾ ഏറ്റുപിടിക്കാനും പാടില്ല. പ്രസ്ഥാനം തന്നെയാണ് ശരി. പ്രസ്ഥാനമാണ് ഭാവി. LDF അല്ലാതെ മറ്റൊരു പോംവഴി ഇല്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു.